മുട്ടയും ബ്രെഡും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് തീരെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്താൽ മതി. അതല്ലെങ്കിൽ ഒരു 3 ഏലക്ക ചേർത്താലും മതി. പക്ഷേ ഈ ഒരു വനില എസൻസ് ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറും. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെച്ച് ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ അടുപ്പിലേക്കോ ഇട്ടിട്ട് വീണ്ടും നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലവണ്ണം തണുത്ത് ഉൾഭാഗം സെറ്റായതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടി കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.